പകർന്നു കൊടുക്കണം, വചനം പകർന്നു കൊടുക്കണം, പ്രാർത്ഥന പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കുമ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ച ഉണ്ടാവുക. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ദൈവവചനം പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, അത് പകർന്നു കൊടുക്കണം. അത് പിശുക്കില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല. ഇനി അവരെങ്ങാനും കേട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ടാലോ, ചിന്തിക്കല്ല്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. മനസ്സ്, നല്ല മനസ്സോടെ പകർന്നു കൊടുക്കാവോ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചില നന്മകളാണ് മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നതാ വചനം. അത് പഠിപ്പിക്കാൻ കഴിവുള്ള മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നിങ്ങളൊരു സുവിശേഷ വേല ചെയ്യുന്ന ആളാണോ, നിങ്ങളുടെ മക്കൾ സുവിശേഷ വേല ചെയ്യാൻ ഉള്ള ആ കഴിവ് പകർന്നു കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, പ്രാർത്ഥന പകർന്നു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നന്മയായിട്ടുള്ളത് പകർന്നു കൊടുക്കണം.